إن الذين يكفرون بالله ورسله ويريدون أن يفرقوا بين الله ورسله ويقولون نؤمن ببعض ونكفر ببعض ويريدون أن يتخذوا بين ذلك سبيلا. അള്ളാഹുവിനെയും അവന്റെ ദൂതന്മാരെയും നിഷേധിക്കുകയും അള്ളാഹുവിനും അവന്റെ ദൂതന്മാർക്കുമിടയിൽ വിവേചനം കൽപ്പിക്കുകയും ഞങ്ങൾ ചിലരിൽ വിശ്വസിക്കുകയും ചിലരിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുകയും നിഷേധത്തിനും വിശ്വാസത്തിനും മധ്യേ ഒരു മാർഗം സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ. أولئك هم الكافرون حقا وأعتدنا للكافرين عذابا مهينا. അവരൊക്കെയും തികഞ്ഞ സത്യനിഷേധികൾ തന്നെയാകുന്നു. നാം സത്യനിഷേധികൾക്കു വേണ്ടി ഒരുക്കിവെച്ചിട്ടുള്ളത് അവരെ നിന്ദിതരും നികൃഷ്ടരുമാക്കുന്ന ശിക്ഷയാകുന്നു. ദൈവത്തിലും ദൈവദൂതന്മാരിലും വിശ്വസിക്കാത്തവർ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരെങ്കിലും ദൈവദൂതന്മാരെ നിഷേധിക്കുന്നവർ, ദൈവദൂതന്മാരിൽ ചിലരെ വിശ്വസിക്കുന്നുവെങ്കിലും ചിലരെ നിഷേധിക്കുന്നവർ, ഈ 3 തരക്കാരും സത്യനിഷേധത്തിൽ തുല്യരാണെന്ന് സാരം. അവരിൽ ആരുടെയും നിഷേധത്തെക്കുറിച്ച് അശേഷം സംശയത്തിന് അവകാശമില്ല. والذين آمنوا بالله ورسله ولم يفرقوا بين أحد منهم أولئك سوف يؤتيهم أجورهم وكان الله غفورا رحيما. നേരെ മറിച്ച് അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും അവർക്കിടയിൽ വിവേചനം കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് നാം അർഹിക്കുന്ന പ്രതിഫലം നൽകുന്നതാണ്. അള്ളാഹു വളരെ പൊറുക്കുന്നവനും ദയാപരനുമല്ലോ. അള്ളാഹുവെ അംഗീകരിക്കുകയും അവനയച്ച എല്ലാ ദൂതന്മാരെയും പിന്തുടരുകയും ചെയ്തവർ മാത്രമേ പ്രതിഫലാർഹരാവുന്നുള്ളൂ. അവർ ഏതു തോതിൽ സൽക്കർമ്മം അനുഷ്ഠിച്ചുവോ ആ തോതനുസരിച്ച് പ്രതിഫലം ലഭിക്കും. അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കാത്തവരോ അവന്റെ ദൂതന്മാരിൽ ചിലരെ സ്വീകരിച്ച് മറ്റു ചിലരെ തിരസ്കരിച്ചവരോ ആയ ജനങ്ങൾ ദൈവധിക്കാരികളാണ്. അവരുടെ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലത്തിന്റെ പ്രശ്നം തന്നെ ഉദ്ഭവിക്കുന്നില്ല. അവരുടെ കർമ്മങ്ങൾ ദൈവദൃഷ്ടിയിൽ സാധുതയില്ലാത്തതാണ്. സൂക്തത്തിന്റെ അവസാനത്തിൽ അള്ളാഹുവിന്റെ ദയാവായ്പും മാപ്പും അനുസ്മരിച്ചതിന്റെ ധ്വനി ഇതാണ്. അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ച ജനങ്ങളെ ചോദ്യം ചെയ്യുന്നതിൽ അള്ളാഹു രൂക്ഷത കൈക്കൊള്ളുകയില്ല. ലാഘവത്തോടും വിട്ടുവീഴ്ചയോടും കൂടിയുള്ള ഒരു നയമാണ് അവരോട് അനുവർത്തിക്കുക. يسألك أهل الكتاب أن تنزل عليهم كتابا من السماء فقد سألوا موسى أكبر من ذلك فقالوا أرنا الله جهرة فأخذتهم الصاعقة بظلمهم ثم اتخذوا العجل من بعد ما جاءتهم البينات فعفونا عن ذلك وآتينا موسى سلطانا مبينا. പ്രവാചക, ഈ വേദവിശ്വാസികൾ വാനലോകത്തുനിന്ന് അവർക്ക് ഒരു പ്രമാണം ഇറക്കിക്കൊടുക്കണമെന്ന് ഇന്ന് നിന്നോടാവശ്യപ്പെടുന്നുണ്ടല്ലോ. എന്നാൽ മുമ്പവർ മൂസായോട് ഇതിനേക്കാൾ ധിക്കാരപരമായ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് അള്ളാഹുവിനെ നേരിൽ കാണിച്ചു തരേണം എന്നുവരെ അവർ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. ഈ ധിക്കാരം കാരണം അവരുടെ മേൽ പെട്ടെന്ന് ഇടിനാദം പതിച്ചു. പിന്നീടവർ പശുക്കുട്ടിയെ ആരാധനാമൂർത്തിയാക്കി. അവരോ തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും നാം അവർക്ക് പുറത്തു കൊടുത്തു. മൂസാക്കു നാം സുവ്യക്തമായ ശാസനകൾ നൽകി. നബി തിരുമേനിയോട് മദീനയിലെ യഹൂദന്മാർ പല അമാനുഷിക കൃത്യങ്ങളും കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അവയിലൊന്നാണ് ഈ സൂക്തം പരാമർശിക്കുന്നത്. വാനലോകത്തുനിന്ന് ലിഖിത രൂപത്തിലുള്ള ഒരു ഗ്രന്ഥം ഞങ്ങൾ കാൺകെ ഇറങ്ങിവരണം, അല്ലെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ മുഹമ്മദ് ദൈവദൂതനാണെന്നും അദ്ദേഹത്തിൽ വിശ്വസിക്കണമെന്നും എഴുതിയ ഒരു രേഖ നേരിട്ട് വന്നു കിട്ടണം, എങ്കിലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. ഇതായിരുന്നു അവരുടെ ആവശ്യം.
ധിക്കാരികളുടെ മേൽ ഇടിനാളം പതിച്ച സംഭവം സവിസ്തരം വിവരിക്കുക ഈ സൂക്തത്തിൽ ഉദ്ദേശമില്ല, മറിച്ച് ജൂതന്മാരുടെ കുറ്റപത്രത്തിന്റെ ഒരു സംഗ്രഹം സമർപ്പിക്കുകയാണ്. യഹൂദ ചരിത്രത്തിൽ മുഴച്ചു നിൽക്കുന്ന ചില സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പ്രവാചകനായി നിയമിച്ചതു മുതൽ ഫിർഔന്റെ മുങ്ങിമരണവും ഇസ്രായേല്യരുടെ മോചനവും വരെ അടിക്കടി വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദിവ്യാടയാളങ്ങളുണ്ടല്ലോ, അതിനെയാണ് തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈജിപ്തിലെ സ്വേച്ഛാധിപത്യത്തിന്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് ഇസ്രായേല്യരെ മോചിപ്പിച്ചത് ഒരു പശുക്കുട്ടിയല്ലെന്ന് വ്യക്തമാണ്. അള്ളാഹു മാത്രമായിരുന്നു അവരുടെ രക്ഷകൻ. എന്നാൽ അവരുടെ അധർമ്മവാസനയുടെ ആഴം നോക്കൂ. അള്ളാഹുവിന്റെ മഹാശക്തിയും അവന്റെ അനുഗ്രഹങ്ങളുടെ പ്രത്യേക ദൃഷ്ടാന്തങ്ങളും അവർ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും യഥാർത്ഥ അനുഗ്രഹദാതാവിന്റെ മുമ്പിൽ തലകുനിക്കുന്നതിനു പകരം ഒരു പശുക്കുട്ടിയുടെ വിഗ്രഹത്തിനു മുമ്പിൽ തലകുനിക്കാൻ ഒരുമ്പെട്ടത് എത്ര കൊടിയ നന്ദികേടാണ്. ورفعنا فوقهم الطور بميثاقهم وقلنا لهم ادخلوا الباب سجدا وقلنا لهم لا تعدوا في السبت وأخذنا منهم ميثاقا غليظا. തൂർ പർവ്വതത്തെ അവരുടെ മീതെ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ശാസനം അനുസരിക്കുമെന്ന് അവരോട് പ്രതിജ്ഞ വാങ്ങി. പ്രണമിക്കുന്നവരായിക്കൊണ്ട് കവാടം കടക്കുവിൻ എന്ന് നാം അവരോട് കൽപ്പിച്ചു. സാബത്ത് നിയമം ലംഘിക്കരുതെന്നും കൽപ്പിച്ചു. അക്കാര്യത്തിൽ ഉറച്ച പ്രതിജ്ഞ വാങ്ങുകയും ചെയ്തു. സുവ്യക്തമായ ശാസനം കൊണ്ടുദ്ദേശം മൂസാ നബിക്ക് പലകകളിൽ നൽകപ്പെട്ട നിയമനിർദ്ദേശങ്ങളാകുന്നു. പ്രതിജ്ഞ എന്നാൽ സീനാ പർവ്വതപ്രാന്തത്തിൽ വെച്ച് മൂസാ നബി മുഖാന്തരം ഇസ്രായേൽ പ്രതിനിധികളോട് അള്ളാഹു വാങ്ങിയ പ്രതിജ്ഞയാണ്. فبما نقضهم ميثاقهم وكفرهم بآيات الله وقتلهم الأنبياء بغير حق وقولهم قلوبنا غلف بل طبع الله عليها بكفرهم فلا يؤمنون إلا قليلا. അവർ ആ പ്രതിജ്ഞ ലംഘിച്ചതുകൊണ്ടും ദൈവിക സൂക്തങ്ങൾ നിഷേധിച്ചതുകൊണ്ടും നിരവധി പ്രവാചകന്മാരെ അന്യായമായി വധിച്ചതുകൊണ്ടും എത്രത്തോളമെന്നാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ പുറന്തോടുകൾക്കുള്ളിൽ സൂക്ഷിക്കപ്പെട്ടതാണ് എന്നുവരെ ഘോഷിച്ചതുകൊണ്ടും. വാസ്തവത്തിൽ അവരുടെ നിഷേധ പ്രവണത മൂലം അള്ളാഹു അവരുടെ ഹൃദയങ്ങൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അക്കാരണത്താൽ തന്നെ അവർ വളരെ കുറച്ചേ വിശ്വസിക്കുന്നുള്ളൂ. ഞങ്ങളുടെ ഹൃദയങ്ങൾ പുറന്തോടുകൾക്കുള്ളിൽ സൂക്ഷിക്കപ്പെട്ടതാണ് എന്ന യഹൂദികളുടെ വാക്ക് അൽ ബഖറ 88 സൂക്തത്തിലും ഉദ്ധരിച്ചിട്ടുണ്ട്. അസത്യവിശ്വാസികളായ മറ്റെല്ലാ മൂഢന്മാരെയും പോലെ തങ്ങളുടെ പൂർവികമായ ആചാരവിചാരങ്ങളിലും ആദർശവിശ്വാസങ്ങളിലും ഊറ്റം കൊള്ളുകയാണവർ. ആ യാഥാസ്ഥിതികത്വത്തെ ആർക്കും ഒരു വിധത്തിലും ഇളക്കാനാവില്ലെന്നാണ് അവർ സാഭിമാനം അവകാശപ്പെടുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ വന്ന് സത്യപ്രബോധനം ചെയ്തപ്പോഴെല്ലാം അവർ വാദിച്ചു, തെളിവുകൾ എന്തുതന്നെ കൊണ്ടുവന്നാലും ശരി, ഞങ്ങൾ ഇതുവരെ വിശ്വസിച്ചും ആചരിച്ചും വന്നത് മാത്രമേ മേലിലും അംഗീകരിക്കുകയുള്ളൂ. وبكفرهم وقولهم على مريم بهتانا عظيما. മറിയമിന്റെ പേരിൽ വമ്പിച്ച അപവാദം ചമക്കുന്നിടത്തോളം പിന്നെയും അവർ നിഷേധത്തിൽ മുന്നേറുകയുണ്ടായി. ഈസാ നബിയുടെ ജനനം ജൂത സമുദായത്തിൽ ഒരു സന്ദേഹത്തിനും ആശയക്കുഴപ്പത്തിനും ഇടയില്ലാത്ത സംഭവമായിരുന്നു. അസാധാരണമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹമെന്നും ഒരു പാപത്തിന്റെ ഫലമല്ല, അമാനുഷികമായ ആസൂത്രണത്തിന്റെ ഫലമാണ് ആ ജന്മമെന്നും ഉള്ള സത്യത്തിന് ജൂതജനത മുഴുവൻ സാക്ഷിയാണ്. യഹൂദ സമുദായത്തിലെ മതപാരമ്പര്യമുള്ള ഒരു പ്രസിദ്ധ കുടുംബത്തിൽ പുലർന്ന മാന്യയും കുലീനയുമായ കന്യക ഒരു കൈക്കുഞ്ഞിനെയും എടുത്തു വരുന്നു. സമുദായത്തിലെ ചെറിയവരും വലിയവരുമായ ആയിരക്കണക്കിനാളുകൾ അവളുടെ ഗൃഹത്തിൽ തടിച്ചുകൂടുന്നു. അവരിൽ നിന്ന് തുരുതുരെ പ്രവഹിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ആ കന്യക മൗനം പാലിക്കുന്നു. എന്നിട്ട് ഇവനോട് ചോദിക്കുക എന്ന അർത്ഥത്തിൽ ആ നവജാത ശിശുവിന്റെ നേരെ ആംഗ്യം കാണിക്കുന്നു. തൊട്ടിലിൽ കിടക്കുന്ന ശിശുവിനോട് എന്തു ചോദിക്കാനെന്ന് അമ്പരപ്പോടെ അവർ പറയുന്നു. അപ്പോഴതാ വളരെ വ്യക്തവും സരളവുമായ ഭാഷയിൽ ആ കുഞ്ഞ് സംസാരിക്കുന്നു.
ഞാൻ അല്ലാഹുവിന്റെ ദാസനാകുന്നു. എനിക്കവൻ വേദം നൽകുകയും എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ യേശുവിന്റെ ജന്മത്തെപ്പറ്റി ഉദ്ഭവിക്കാമായിരുന്ന സംശയത്തിന്റെ അടിവേര് തന്നെ അല്ലാഹു എന്നേക്കുമായി അറുത്തുകളഞ്ഞു. അതുകൊണ്ടുതന്നെ ഈസാ നബി യൗവനദശ പ്രാപിക്കുന്നതുവരെ ഒരാളും മറിയമിന്റെ പേരിൽ വ്യഭിചാരക്കുറ്റം ആരോപിച്ചില്ല. ഈസാ നബിയെ ജാരപുത്രൻ എന്ന് അധിക്ഷേപിക്കുകയും ചെയ്തില്ല. അദ്ദേഹത്തിന് 30 വയസ്സാവുകയും പ്രവാചക ദൗത്യം നിർവഹിച്ചു തുടങ്ങുകയും ചെയ്തപ്പോഴാണ് മാതാവും പുത്രനും അധിക്ഷേപത്തിനിരയായത്. ഈസാ നബി യഹൂദികളുടെ ദുർനടപ്പുകളെ ആക്ഷേപിച്ചു. പണ്ഡിത പുരോഹിതന്മാരുടെ കപടഭക്തിയെ വിമർശിച്ചു. സാധാരണക്കാരും പ്രത്യേകക്കാരും അടിപ്പെട്ടുപോയ ധാർമ്മിക അധപതനത്തെപ്പറ്റി താക്കീത് ചെയ്തു. അല്ലാഹുവിന്റെ ദീൻ നിലനിർത്തുകയെന്ന ലക്ഷ്യത്തിന് എല്ലാവിധ ത്യാഗങ്ങളും സഹിക്കുകയും എല്ലാ രംഗങ്ങളിലും പൈശാചിക ശക്തികളോട് പൊരുതുകയും ചെയ്യേണ്ടിവരുന്ന ഒരു അപകട മാർഗത്തിലേക്ക് അദ്ദേഹം അവരെ ക്ഷണിച്ചു. അപ്പോഴാണ് സത്യത്തിന്റെ ശബ്ദത്തെ അടിച്ചമർത്താനായി എന്തിനും മടിക്കാത്ത ഈ പാപികൾ നീചമായ ആയുധങ്ങൾ പോലും പ്രയോഗിക്കാൻ ഒരുങ്ങിയത്. 30 വർഷത്തോളം പറയാതിരുന്ന കള്ളം അപ്പോഴവർ പറയാനൊരുമ്പെട്ടു. മറിയം വേശ്യയാണെന്നും ഈസ ജാരസന്തതിയാണെന്നും. എന്നാൽ മാതാവും പുത്രനും തികച്ചും പരിശുദ്ധരാണെന്ന് ഈ ദ്രോഹികൾക്ക് നന്നായി അറിയാമായിരുന്നു. സത്യത്തെ എതിർക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച തനി അപവാദം മാത്രമായിരുന്നു അത്. അതുകൊണ്ടാണ് അക്രമം, കളവ് എന്ന് മാത്രം പറയാതെ സത്യനിഷേധം എന്ന വിശേഷണം കൂടി അതിന് അല്ലാഹു നൽകിയത്. എന്തെന്നാൽ ഒരു നിരപരാധിയുടെ മേൽ അപരാധം ചുമത്തുകയായിരുന്നില്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീനിനെ എതിർക്കുകയായിരുന്നു അവരുടെ യഥാർത്ഥ ഉദ്ദേശ്യം. ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി